കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിലെ ആശങ്ക തുടരുകയാണ്. ഇന്ന് അവരുടെ ബെയിൽ ആപ്ലിക്കേഷൻ ജാമ്യം കോടതി തള്ളിയ പശ്ചാത്തലം കൂടിയുണ്ട്. നിയമ പോരാട്ടത്തിലാണ് കന്യാസ്ത്രീകൾ. ഇതിനിടെ പാർലമെന്റിലെ നിരവധി എംപിമാർ ഇന്ന് ഇവരെ സന്ദർശിക്കുകയും ചെയ്തു. തുടരുന്ന ആശങ്ക. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ ജയിലിൽ തുടരുകയാണ്. ഇന്ന് ജാമ്യാപേക്ഷ ദുർഗിലെ വിചാരണ കോടതി തള്ളി. ഇനി മേൽക്കോടതിയെ സമീപിക്കാനുള്ള നീക്കമാണ്. നാളെ തന്നെ അപ്പീൽ നൽകാനാണ് ഇപ്പോൾ നീക്കം. ഇതിനിടെ ഇന്ന് ഇടതുപക്ഷത്തെ എംപിമാരെ ജയിലിന് മുന്നിൽ തടഞ്ഞത് ഏറെ നേരം അവിടെ സംഘർഷത്തിന് കാരണമായി. അതേസമയം കോൺഗ്രസ് എംപിമാർ ഇന്ന് ജയിലിലെത്തി കന്യാസ്ത്രീകളെ കണ്ടു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. BJP പ്രതിനിധികൾ ഇന്ന് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കണ്ട് അനൂപ് ആന്റണി അടക്കമുള്ള ആളുകൾ കാണുകയും ഇതുമായി ബന്ധപ്പെട്ട ചില സംസാരങ്ങൾ നടത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. കന്യാസ്ത്രീകൾക്കൊപ്പമെന്നാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജ് ചന്ദ്രശേഖർ ഇന്ന് വ്യക്തമാക്കിയത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുക. ഡാനി, ഇന്ന് ഇപ്പോൾ ഏറ്റവും പ്രധാന വിവരം, ഇവർ സർക്കാർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് എതിർവാദങ്ങൾ ഉന്നയിച്ചു കോടതിയിൽ. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. അപ്പീലിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒപ്പം പിന്തുണ ഏറുന്നുണ്ട് കന്യാസ്ത്രീകൾക്ക്, അല്ലേ? മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മലയാളി കന്യാസ്ത്രീകളുടെ മോചനം അത് ഇപ്പോഴും നീണ്ടുപോവുകയാണ്. ഇത് സംബന്ധിച്ച ജാമ്യ ഹർജി ഇന്ന് ദുർഗ കോടതിയിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചെങ്കിലും ജാമ്യം നിഷേധിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ മേൽക്കോടതിയെ സമീപിക്കണം. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവർക്കുള്ള നിയമസഹായവും കാര്യങ്ങളും എല്ലാമായിട്ട് നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഏതായാലും മേൽക്കോടതിയെ സമീപിച്ച് മാത്രമേ ഇവരുടെ ജാമ്യം സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു അന്തിമ തീർപ്പുണ്ടാവൂ. ഏതായാലും 4 ദിവസത്തിലധികമായി ഇവർ ജയിലിൽ കഴിയുകയാണ്. ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് രാജ്യവ്യാപകമായിട്ട് തന്നെ ഉണ്ടാകുന്നത്. ഇതിൽ വിവിധ ക്രൈസ്തവ സംഘടനകൾക്കൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ തന്നെ പ്രതിഷേധ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. ക്രൈസ്തവ സംഘടനകൾ സംസ്ഥാനത്തിന് പുറത്തുമായിട്ട് പ്രതിഷേധം ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കളെയും കൂടിക്കാഴ്ചകൾ കാണുന്നുണ്ട്. ഒപ്പം ഇക്കാര്യങ്ങളിൽ ചില കൂടിക്കാഴ്ചകളും വളരെ നിർണായകമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ എംപിമാരുടെ സംഘം, ഇടത് എംപിമാരുടെ സംഘം ഇന്ന് ഛത്തീസ്ഗഡിലെത്തുകയും ഈ കന്യാസ്ത്രീകളെ കാണാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് അനുമതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും ഇവിടെ ഛത്തീസ്ഗഡിലെത്തുകയും അവിടെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ഇവരുടെ ജാമ്യ വ്യവസ്ഥകൾ സംബന്ധിയായ കാര്യങ്ങളിൽ തുടർ നീക്കങ്ങൾ നടത്താൻ കഴിയുക, നിലവിലുള്ള ഈ കാരണങ്ങൾ, ഏതെല്ലാം വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്, അതിൻ്റെ ഒരു കൃത്യമായ ഒരു വിശദീകരണം എന്താണ് എന്ന കാര്യത്തിൽ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ശരി, അതാണ് ഇന്ന് ഇപ്പോൾ കൂടുതൽ ഇടപെടലുകൾ കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിലൊരു വ്യക്തത വരികയും ചെയ്യും. കന്യാസ്ത്രീകൾക്കെതിരായ അതിക്രമം സംഘപരിവാറിന്റെ തനി സ്വഭാവമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രതികരിച്ചത്. ക്രൈസ്തവ സമൂഹത്തിനെതിരായ സംഘപരിവാർ അതിക്രമങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണിതെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ K മുരളീധരൻ ജയസാധ്യതയുള്ള മണ്ഡലം തേടുന്നു എന്നുള്ളതാണ്. വട്ടിയൂർക്കാവിലോ നേമത്തോ മുരളീധരൻ മത്സരിക്കില്ല എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ലീഗ് കോൺഗ്രസുമായി സീറ്റ് വെച്ചുമാറുകയാണെങ്കിൽ ഗുരുവായൂർ സീറ്റ് മുരളീധരൻ പരിഗണിക്കുന്നുണ്ട്. ഗുരുവായൂർ സീറ്റ് കോൺഗ്രസുമായി വെച്ചുമാറാനുള്ള കൂടിയാലോചനകൾ നടക്കുകയാണ് എന്ന വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. കൊയിലാണ്ടി സീറ്റും മുരളിക്ക് സാധ്യതയുള്ള ഒരു മണ്ഡലമായി കാണുന്നു. കൊയിലാണ്ടിയിലും മുരളി മത്സരിക്കാൻ കോപ്പുകൂട്ടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പാർട്ടിക്ക് വേണ്ടി ബലിയാടായതിന് പിന്നാലെയാണ് തലസ്ഥാനത്ത് വീണ്ടും K മുരളീധരൻ സജീവമായത്. മുമ്പ് പ്രതിനിധീകരിച്ച നിയോജക മണ്ഡലത്തിൽ പാർട്ടി പരിപാടികളിൽ സ്ഥിര സാന്നിധ്യമായതോടെ മുരളി വട്ടിയൂർക്കാവിലേക്കെന്ന അഭ്യൂഹങ്ങളും ഏറി. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് BJPക്കെതിരെ പോർമുഖം തീർത്ത മുരളി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റായിരുന്ന വടകര വിട്ട് പത്മജ വേണുഗോപാൽ BJP പാളയത്തിലെത്തിയതിൻ്റെ ക്ഷീണമകറ്റാൻ തൃശൂരിൽ മത്സരത്തിനിറങ്ങിയതോടെയാണ് BJPയുടെ മുഖ്യ രാഷ്ട്രീയ എതിരാളിയായി മാറിയത്. ഈ പശ്ചാത്തലത്തിലാണ്
BJPക്ക് ഏറെ സ്വാധീനമുള്ള നേമത്തോ വട്ടിയൂർക്കാവിലോ മുരളി വീണ്ടും മത്സരിക്കാനെത്തിയാൽ അദ്ദേഹത്തിന്റെ പരാജയമുറപ്പിക്കാൻ BJP വോട്ടുകൾ ഇടത് പാളയത്തിലേക്ക് മറിച്ചേക്കുമെന്ന വിലയിരുത്തലിലേക്ക് നേതൃത്വം എത്തിയത്. പകരം പരിഗണിക്കപ്പെടുന്ന ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഗുരുവായൂരിനാണ് മുഖ്യ പരിഗണന. ലീഗിന്റെ സീറ്റാണെങ്കിലും ഇത് വെച്ചുമാറുന്നതിനുള്ള സാധ്യതകളാണ് കോൺഗ്രസ് തേടുന്നത്. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായ ഗുരുവായൂരിൽ K. കരുണാകരനുണ്ടായിരുന്ന ആത്മബന്ധവും K. മുരളീധരന്റെ വ്യക്തിപ്രഭാവവും ഒപ്പം ചേർന്നാൽ 2 ദശാബ്ദത്തെ ഇടവേളയ്ക്ക് ശേഷം മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ വിലയിരുത്തൽ. അതേസമയം തിരുവനന്തപുരത്തെ മറ്റൊരു ജയസാധ്യതയുള്ള മണ്ഡലം K. മുരളീധരന്റെ മനസ്സിലുണ്ടെന്നും ഹൈക്കമാൻഡിന്റെ പിന്തുണ ഉറപ്പാക്കിയാൽ മുരളീധരൻ ഇവിടെ കളത്തിലിറങ്ങുമെന്നുമാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.